രാജ്യത്തെ അനധികൃത കുടിയേറ്റം തടയുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് സ്വീകരിക്കുന്നത്. ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനായി അമേരിക്കൻ പൗരന്മാരെ വ്യാജമായി വിവാഹം കഴിക്കുന്ന കുടിയേറ്റക്കാരെയും ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഇതിനെ ഒരു ഫെഡറൽ കുറ്റകൃത്യമായി വിശേഷിപ്പിക്കുകയും പ്രതികൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കുടിയേറ്റ നിയമങ്ങളിലെ ഏതെങ്കിലും വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ മനഃപൂർവ്വം വിവാഹം കഴിക്കുന്ന ഒരാൾക്ക് വിവാഹ തട്ടിപ്പ് നിയമത്തിലെ സെക്ഷൻ 1325 പ്രകാരം 5 വർഷം വരെ തടവ് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഏജൻസി അറിയിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ പൗരത്വം നേടാനുള്ള ഏറ്റവും എളുപ്പമാർഗം വിവാഹത്തിലൂടെയാണ്. US പൗരത്വം നേടുന്നതിനായി വിദേശ പൗരന്മാർ അമേരിക്കൻ പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും പൗരത്വം കിട്ടിയ ശേഷം വിവാഹമോചനം നേടുകയും ചെയ്യുന്ന നിരവധി കേസുകൾ ഇപ്പോൾ രാജ്യത്ത് ഉയർന്നു വന്നിരുന്നു. അതേസമയം ചില സന്ദർഭങ്ങളിൽ അമേരിക്കൻ പൗരന്മാർ പണത്തിന് വേണ്ടി വിവാഹം കഴിക്കുകയും പിന്നീട് വിവാഹമോചനം നേടുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഏതെങ്കിലും വിദേശി ഇത് ചെയ്താൽ കോടിക്കണക്കിന് രൂപ പിഴയും നാടുകടത്തലും നേരിടേണ്ടി വന്നേക്കാമെന്നാണ്. വിവാഹ തട്ടിപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ കുറിച്ചോ കുടിയേറ്റം തെറ്റായി മുതലെടുക്കുന്നവരെ കുറിച്ചോ സൂചനകൾ നൽകണമെന്നും ഏജൻസി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ അമേരിക്കയിൽ താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് US ഭരണകൂടം ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. കൂടാതെ ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണമാവുകയുമായിരുന്നു. എല്ലാ US നിയമങ്ങളും ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിസ ഉടമകളെ നിരന്തരം പരിശോധിക്കുമെന്നും ഏതെങ്കിലും വിസ ഉടമ അമേരിക്കയിലെ എല്ലാ നിയമങ്ങളും ഇമിഗ്രേഷൻ നിയമങ്ങളും പാലിക്കുന്നില്ലെങ്കിൽ അവരുടെ വിസ റദ്ദാക്കുകയും അവരെ നാടുകടത്തുകയും ചെയ്യാനുള്ള തീരുമാനമാണ് ട്രംപ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അമേരിക്കയിൽ ജോലി ചെയ്യാനും താമസിക്കാനും വിസ ലഭിച്ചവർ പോലും US ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കുമെന്നതാണ്. കൂടാതെ കുടിയേറ്റക്കാർക്കെതിരെയും നടപടിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. സ്പോൺസർഷിപ്പോടെ അമേരിക്കയിലേക്ക് കുടിയേറിയവരുടെ നിയമപരമായ സംരക്ഷണം റദ്ദാക്കുകയായിരുന്നു. ക്യൂബ, ഹെയ്തി, നിക്കരാഗ്വ, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരുടെ നിയമപരമായ സംരക്ഷണമാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രത്യേക സ്പോൺസർഷിപ്പ് പരിപാടിയിലൂടെ രാജ്യത്ത് എത്തിച്ചവരെയാണ് ട്രംപ് തിരികെ ഇപ്പോൾ അയക്കുന്നത്. ഇവർ ഏപ്രിൽ 24-ന് മുൻപ് രാജ്യം വിടണമെന്നാണ് തീരുമാനം. 5,30,000 കുടിയേറ്റക്കാരുടെ താൽക്കാലിക നിയമപരമായ സംരക്ഷണം റദ്ദാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2022 ഒക്ടോബർ മുതൽ സ്പോൺസർഷിപ്പോടെ അമേരിക്കയിലെത്തിയ ആളുകൾക്ക് US-ൽ താമസിക്കാനും ജോലി ചെയ്യാനും 2 വർഷത്തെ വർക്ക് പെർമിറ്റിന് അനുമതി നൽകിയിരുന്നു. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിലാണ് ഈ ഉത്തരവ് നടപ്പിലാക്കിയത്. US-ൽ കഴിയുന്നവരെയും പദ്ധതിക്ക് കീഴിൽ വരുന്നവരെയും പുതിയ നയം ബാധിക്കും. യുദ്ധമോ രാഷ്ട്രീയ അസ്ഥിരതയോ ഉള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് US-ൽ പ്രവേശിക്കാനും താൽക്കാലികമായി താമസിക്കാനും പ്രസിഡന്റുമാർ അനുമതി നൽകിയിരുന്നു. ഇത് അവസാനിപ്പിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനമാണിതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ പ്രധാനമായും US മെക്സിക്കോ അതിർത്തിയിലെ നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ ബൈഡൻ ശ്രമിച്ചതോടെയാണ് പുതിയ നിയമവഴികൾ വന്നത്. എന്നാൽ പുതിയ നയം പ്രഖ്യാപിച്ചതിന് ശേഷവും US-ൽ തുടരാനാണ് കുടിയേറ്റക്കാരുടെ തീരുമാനം. എങ്കിൽ പലരെയും നാടുകടത്തലിന് ഇരയാക്കുമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഉത്തരവ് ഇതിനകം ഫെഡറൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്.